ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നത് ഒരു പ്രത്യേക കാര്യം പറയുവാനാണ്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ സ്വഭാവം കാണുമ്പോൾ ഓർക്കും, വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ട് കെട്ടുവാൻ ശ്രമിക്കുന്നവരുടെ സ്വഭാവം പോലെയാണെന്ന്. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ ഇവരെ ആരെയും കാണില്ല. എന്നാൽ അത് കഴിഞ്ഞു, അതെല്ലാം സോൾവ് ആയി എന്ന് തോന്നിയാൽ ഇവരൊക്കെ അടുത്ത് വന്ന് പറയും, അയ്യോ എന്തുകൊണ്ടാ എന്നോടിത് പറയാഞ്ഞത്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ എന്ന്. പക്ഷെ അവർക്കും അറിയാം, ആ സമയത്ത് അവർ കയറി വന്നിരുന്നുവെങ്കിൽ അവർക്ക് ധനനഷ്ടം, എല്ലാ എല്ലാ രീതിയിലുള്ള നഷ്ടങ്ങൾ അവർക്ക് വന്നു ചേരുമായിരുന്നു എന്നുകൊണ്ട് അവർ വരില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ കാര്യങ്ങളും എടുത്തു നോക്കാൻ ഇതുപോലാണ്. ഇത് പറയാനൊരു കാരണമുണ്ട്. കേരളത്തിൽ ഒരമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു ട്രെയിനിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ എനിക്കിന്നലെ കേൾക്കുവാനിടയായി. അതിൽ അവർ പറയുന്നു, അവൾ എന്തിനങ്ങനെ ചെയ്തു, അവൾ ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ വളർത്തുമായിരുന്നല്ലോ എന്ന്. ചിലപ്പോൾ അവൾ ഇവരുടെയൊക്കെ അടുക്കൽ സഹായത്തിന് ചെന്ന് കാണുമായിരിക്കും, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും ഒക്കെ ചെന്ന് കാണുമായിരിക്കാം. പക്ഷെ അന്നൊന്നും അവർ കാണിക്കാത്ത ഒരു മനസ്സ്, അവർ ഈ ലോകത്തിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ എന്നുള്ള ആ പറച്ചിലിന് എന്തു വിലയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവളെ മുട്ടാത്ത വാതിലുകൾ ഉണ്ടായി എന്ന് വരില്ല, അവള് എവിടെയൊക്കെ പോയി എന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ഒരിടത്തും അവൾക്ക് ഒരു നീതി കിട്ടിക്കാണുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇത് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലെ വലിയ ഉന്നതത്തിലിരിക്കുന്നവരുടെയൊക്കെ മുന്നിൽ അവൾ ചെന്നിട്ട് കാല് പിടിച്ച് കാണും, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആരും അന്ന് അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാം കുറ്റബോധം കാണും മനസ്സിൽ. അതായിരിക്കും അവരങ്ങനെ പറയുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും അത് നമുക്കേ അറിയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എത്ര ആണയിട്ട് പറഞ്ഞാലും അവരത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയില്ല, അവർക്കത് മനസ്സിലാകത്തുമില്ല. നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ കരയുവാനും മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ള ആളുകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. മറന്നു പോകരുത് കേട്ടോ.